മൊഡ്യൂൾ 1 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ മൊഡ്യൂൾ 1 ആണ് പഠിക്കുന്നത്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനകത്ത് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മോർ ദാൻ 2 വേരിയബിൾസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മൊഡ്യൂൾ 1 ശരിക്കും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചല്ല, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് മോർ ദാൻ 2 വേരിയബിൾസ് ഉള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഇതാണ് മൊഡ്യൂൾ 1 പറയുന്നത്. ഇനി സർഫസസ് ആൻഡ് കർവ്സ് ഇൻ 3 dimensions എന്ന് പറഞ്ഞിട്ട് സർഫസും കർവും എന്താ 3 dimensional സ്പേസിൽ സർഫസ് ഉദ്ദേശിക്കുന്നതും കർവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പ്രിലിമിനറി പോലെ പറയുകയാണ്. ഇത് സർഫസും കർവും എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അത് അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇന്റഗ്രൽ കർവും സർഫസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിലിമിനറി പോലെ സർഫസസ് ആൻഡ് കർവ്സ് ഇൻ 3 dimensions എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ആദ്യം പറയുന്ന ഒന്നുമില്ല, സർ ഐസക് ന്യൂട്ടൺ ആൻഡ് ലെബനിറ്റ്സ് അവരാണ് നമ്മുടെ കാൽക്കുലസിന്റെ ഒറിജിനേറ്റേഴ്സ് ആണ്. കാൽക്കുലസ് ഒറിജിനേറ്റ് ചെയ്തത് ഐസക് ന്യൂട്ടണും ലെബനിറ്റ്സോടെ കൂടിയാണ് അവരെ തുടങ്ങി വെച്ചത്. ഇനി നമുക്കറിയാം ട്രിഗ്ണോമെട്രിക് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിക് ഫംഗ്ഷൻസ്, ലോഗരിതമിക് ഫംഗ്ഷൻ, ഓൾജിബ്രൈക് ഫംഗ്ഷൻ, ട്രിഗ്ണോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇതൊക്കെ ഇന്റഗ്രബിൾ ആണ്, ഡിഫറൻഷ്യബിളും ആണ്. അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഇൻ ആർ ടു സ്പേസ് ഓൾവേസ് റെപ്രസെന്റ്സ് എ കർവ്. കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ ടു സ്പേസിൽ അതായത് പ്ലെയിനിൽ കർവ് നമ്മൾ കണ്ടിട്ടുണ്ട്. കർവ് സർക്കിൾ കർവാണ്, എലിപ്സ് കർവാണ്, അതൊക്കെ ക്ലോസ്ഡ് കർവ്സാ. അല്ലാണ്ട് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളിന്റെ കുറച്ച് ഭാഗം എടുത്താൽ അതൊരു കർവാണ്. അങ്ങനെ വരുന്നതാണ് കർവ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ കർവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ഫോമിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ സർക്കിൾ നോക്കുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എ ബി സെന്ററും ആർ റേഡിയസും ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. അതിന് നമുക്ക് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. അതായത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഫോമിലാണ് സർക്കിളിന്റെ ഇക്വേഷൻ കിടക്കുന്നത്. അതുപോലെ തന്നെ എലിപ്സിന്റെ ഒക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഫോമിലാണ് പ്ലെയിനില് ശരിക്കും ഒരു കർവിന്റെ ഇക്വേഷൻ ഈ ഒരു ഫോമില വരുന്നത്. പ്ലെയിനിൽ അതായത് എക്സിന്റെ വൈയിലെ ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കർവിന്റെ ഇക്വേഷൻ പ്ലെയിനിൽ വരാൻ പോകുന്നത്. അപ്പൊ എക്സിന്റെ വൈയിലെ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായിരിക്കും വരും. അവിടെ ആറും എയും ബിയും സർക്കിളിന്റെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ആറും എയും ബിയും കോൺസ്റ്റൻസ് ആണ്, എക്സും വൈയും ആണ് പിന്നെ അവിടെ വേരിയബിൾസ് ആണ്. അപ്പൊ എക്സിലും വൈയിലും ഉള്ള ഒരു ഇക്വേഷൻ ആണ്. എയും ബിയും ആറും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ഇനിയിപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കർവിന്റെ ടാൻജന്റ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർവിന്റെ സ്ലോപ്പ് അറ്റ് എനി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് കർവിന്റെ സ്ലോപ്പ് നമ്മൾ പറയുന്നതിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ടാൻജന്റ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് ആണ് ശരിക്കും നമ്മൾ ഒരു കർവിന്റെ സ്ലോപ്പ് ആയിട്ട് പറയുന്നത്. അപ്പൊ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ഒരു കർവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ആയിരിക്കും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡിവൈ ബൈ ഡി എക്സ് ഇസ് ദ സ്ലോപ്പ് അറ്റ് എനി പോയിന്റ് ഓഫ് ദി കർവ്. ഇനി ഒരു കർവിനെ നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാരാമെട്രിക് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ കർവ് ഉറപ്പായിട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കണ്ടീഷൻസ് അത് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം. അപ്പം ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ എക്സിനെയും വൈനെയും ഒരു പാരാമീറ്റർ ടിയിലുള്ള ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെയാണ് നമ്മൾ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സിന് ഒരു പാരാമെട്രിക് ഫോമിൽ നമ്മൾ എഴുതും, ഒരു പ്രത്യേക പാരാമീറ്റർ ടി നമ്മൾ എക്സിനെ എഴുതും, പ്രത്യേക പാരാമീറ്റർ ടി വൈനെ എഴുതും. ആ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി വാല്യൂസ് നമ്മൾ എഫിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉറപ്പായിട്ട് അത് ഈക്വൽ ടു 0 വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും ചൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആർ ടു സ്പേസിൽ ആയതുകൊണ്ട് സിംഗിൾ പാരാമീറ്റർ മതി നമുക്ക് പാരാമെട്രിക് റെപ്രസെന്റേഷൻ. അതായത് നമ്മൾ ഈ എക്സിനെയും വൈനെയും ഒരു സിംഗിൾ പാരാമീറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതിനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ റെപ്രസെന്റേഷൻ ആണ്. അതാണ് പാരാമീട്രിക് ഫോം എന്ന് പറയുന്നത്. ഒരു സിംഗിൾ പാരാമീറ്റർ ടിയുടെ ടേംസിൽ നമ്മൾ ഈ എക്സിനെയും വൈനെയും എഴുതി. യൂസിങ് സിംഗിൾ പാരാമീറ്റർ ടി. അതിനൊരു എക്സാമ്പിൾ ആണ് നമുക്കറിയാം പരാബോള നമ്മൾ കണ്ടു. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax പരാബോള പഠിച്ചിട്ടുള്ള. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്നുള്ള പരാബോള നമ്മൾ നോക്കുവാണെങ്കിൽ ആ പരാബോളയുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഏതാന്ന് നോക്കാൻ പോവാം. ഈ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് പരാബോള. അപ്പൊ അതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് y square equal to 4ax ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. y square equal to 4ax അതിന്റെ ഫോം എന്ന് പറയുന്നത് x equal to 80 square
y is equal to 280 എന്നായിരിക്കും y square equal to 4x പാരാമെട്രിക് ഫോം കിടക്കുന്നത്. അത് വരാൻ കാരണം നമ്മൾ y square equal to 4x എന്നുള്ള പരാബോള എടുത്തു. അതിന് നമുക്ക് y by 2y is equal to 2x by y എന്ന് എഴുതാമല്ലോ. y square equal to 4ax. അപ്പോൾ y by ഇവിടുത്തെ 2y ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ y ഇങ്ങോട്ട് പോയി. അപ്പം y by 2y is equal to 2x by y എന്ന് നമുക്ക് അതിനെ എഴുതാം. അതിന് നമ്മൾ equal to t തന്നെ എടുത്തു. അപ്പോൾ y by 2y is equal to 2x by y is equal to t എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് y is equal to 280 എന്ന് കിട്ടും. അതുപോലെ x equal to yt by 2 എന്ന് കിട്ടും. ഇനി ആ yt by 2വിനകത്ത് yക്ക് പകരം 280 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് x equal to 80 സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ഈ x equal to 80 സ്ക്വയർ y equal to 280 എന്നുള്ള ആ പാരാമെട്രിക് ഇക്വേഷൻ വന്നത്. അപ്പം ഈ y square equal to 4x എന്നുള്ള പരാബോളയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ ആണ് x equal to 80 സ്ക്വയർ y is equal to 280 എന്നുള്ളത്. അപ്പോൾ അത് വന്നത് ഓർത്തോണം. y square equal to 4x നമ്മൾ കൺസിഡർ ചെയ്തു. y by 2y is equal to 2x by y എന്ന് എഴുതി. അതിന് നമ്മൾ രണ്ടും ഈക്വൽ ആണ്. അതിന് നമ്മളൊരു കോമൺ വാല്യൂ t എന്ന് എടുത്തു. എന്നിട്ട് y equal to 2, ഇപ്പം y by 2y equal to t എന്ന് കിട്ടി. അപ്പോൾ y is equal to 280 വരും. അതുപോലെ 2x by y is equal to t എന്ന് കിട്ടി. x equal to ty by 2 എന്ന് വരും. ഇനി ആ yക്ക് പകരം ഇവിടെ കിട്ടിയ 280 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x equal to 80 സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് പാരാമെട്രിക് റിപ്രസെന്റേഷൻ ഓഫ് പരാബോള. പിന്നെ അതുപോലെ തന്നെ y by 4a is equal to x by y എന്ന് നമുക്ക് എഴുതാം. y square equal to 4x നമുക്ക് വേറെ രീതിയിൽ എഴുതിയാൽ y by 4a is equal to x by y എന്ന് എഴുതാം, which is equal to t എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ y is equal to 480 എന്ന് കിട്ടും. അതുപോലെ x equal to yt വരും. yക്ക് 480 കൊടുക്കുമ്പോൾ 480 സ്ക്വയർ എന്ന് കിട്ടും. ഇതും ഒരു പാരാമെട്രിക് റിപ്രസെന്റേഷൻ ആണ് ഓഫ് ദി സെയിം പരാബോള y square equal to 4x. അഗെയിൻ നമുക്കൊന്നുകൂടെ പറയാം. y by 2x equal to 2a by y equal to t എന്ന് എടുത്തു. അപ്പോൾ y is equal to എന്ത് വരും? 2a by t വരും. x equal to a by t സ്ക്വയർ വരും. ഇതും എന്താണ് പാരാമെട്രിക് റിപ്രസെന്റേഷൻ ഓഫ് ദി സെയിം പരാബോള y square equal to 4x. ഇവിടെ നമുക്ക് പറയാം പാരാമെട്രിക് റിപ്രസെന്റേഷൻ എന്ന് പറയുന്നത് യൂണീക്ക് ആണ്. പാരാമെട്രിക് റിപ്രസെന്റേഷൻ ഇസ് നോട്ട് യൂണീക്ക് എന്നുള്ളത് ഇവിടെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിലേക്ക് ഇപ്പോൾ നമ്മൾ R2 സ്പേസിന്റെ കാര്യം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തു. ഇനി 3 ഡയമെൻഷണൽ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ f of x by z equal to 0 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ വന്ന് റെപ്രസെന്റ്സ് എ സർഫസ് ആണ്. f of x by z equal to 0 റെപ്രസെന്റ്സ് എ സർഫസ് ആണ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ്. ഈ സർഫസിനെ പാരാമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ f of x by z equal to സാർവത്രിക സ്പേസ് ആയതുകൊണ്ട് സർഫസിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് വേണം, uവും vയും. നമ്മൾ R2 സ്പേസിലാണെങ്കിൽ പാരാമെട്രിക് റെപ്രസെന്റേഷൻ അത് സിംഗിൾ പാരാമീറ്റർ മതി. പക്ഷെ R3 സ്പേസിലേക്ക് ഒരു ഒരെണ്ണൂടെ പോകണം. അതായത് R3 സ്പേസിൽ പാരാമെട്രിക് റെപ്രസെന്റേഷന് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമാണ്. R3 സ്പേസിലുള്ള സർഫസിന്റെ ഫോം എന്ന് പറയുന്നത് ഇവിടെ കർവ് അല്ല, സർഫസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് f of x by z equal to 0 ആണ് സർഫസ്. R3 സ്പേസിൽ ഒരു സർഫസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് f of x by z equal to 0. അത് ഇവിടെ f of x by z equal to 0 എന്നുള്ള ഒരു സർഫസിന്റെ പാരാമെട്രിക് റിപ്രസെന്റേഷന് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, uവും vയും. ഇനിയിപ്പം നമ്മളൊരു സർഫസിന് എക്സാമ്പിൾ സ്ഫിയർ നമ്മൾ കണ്ടിട്ടുണ്ട്. x square plus y square plus z square equal to a square എന്ന് പറയുന്ന ഒരു സർഫസ് ശരിക്കും. സ്ഫിയറിന്റെ ആ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ശരിക്കും ഈ പ്ലെയിൻ ഉണ്ടല്ലോ, പ്ലെയിനിന് നമുക്ക് പ്ലെയിനിന്റെ പല രീതിയിലുള്ള ഡിഫോർമേഷൻസ് ആണ് സർഫസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു പ്ലെയിനിനെ നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം, സിലിണ്ടറിക്കൽ ഫോമിൽ കൊണ്ടുവരാം, അതൊക്കെ എന്താണ് സർഫസ് ആണ്. അപ്പൊ ഒരു പ്ലെയിനിന്റെ പല രീതിയിലുള്ള ഡിഫോർമേഷൻസിനെയാണ് നമ്മൾ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ സിലിണ്ടർ ഒരു സർഫസ് ആണ്, അതുപോലെ തന്നെ കോൺ ഒരു സർഫസ് ആണ്, അങ്ങനെ പറയാം. അപ്പൊ സ്ഫിയറിനെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സ്ഫിയർ ഒരു സർഫസ് ആണ്. അപ്പൊ സ്ഫിയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x square plus y square plus z square equal to a square. അതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ് x equal to cos u cos p, y is equal to a cos u, x equal to a cos u cos p, y is equal to a cos u sin v and z is equal to a sin v എന്ന് പറയുന്നത് പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സ്ഫിയർ. ഇനി ഇതിന്റെ വേറൊരു പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് x equal to a into 1 minus u square by 1 plus u square cos p, y is equal to a into 1 plus u square by 1 plus u square 1 minus u square by 1 plus u square sin v, z equal to 2au by 1 plus u square. ഇതൊക്കെ എന്താണ് പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ സ്ഫിയറിന്റെ. അപ്പം ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് സ്പെറിക്കൽ സർഫസ് x square plus y square plus z square is equal to a square എന്നുള്ള സ്പെറിക്കൽ സർഫസിനെയാണ് ഈ രണ്ട് പാരാമെട്രിക് റെപ്രസെന്റേഷനും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സിന് പകരം a cos u cos v, yക്ക് പകരം a cos u sin v, z ന് പകരം a sin v കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും? x square plus y square plus z squareന്റെ വാല്യൂ ഈക്വൽ ടു a square തന്നെ കിട്ടും. അതാണ് പാരാമെട്രിക് റെപ്രസെന്റേഷൻ. പാരാമെട്രിക് റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യുന്നത്
എക്സിനെയും വൈനെയും ഇസഡിനെയും രണ്ട് പാരാമീറ്റേഴ്സ് യുവിന്റെയും വിയുടെയും ഫംഗ്ഷൻസ് ആയിട്ട് എഴുതും. ആ ഫംഗ്ഷൻസ് ശരിക്കും നമ്മുടെ ഗിവൺ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് ആയിട്ട് എക്സിന്റെ ഫംഗ്ഷൻ, വൈ ആയിട്ട് വൈയുടെ ഫംഗ്ഷൻ, ഇസഡ് ആയിട്ട് ഇസഡിന്റെ ഫംഗ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും, അതായത് എക്സ് ആയിട്ട് എക്സിനെ നമ്മൾ യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതി, വൈനെയും യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതി, ഇസഡിനെയും യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതി. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി എന്ന് പറയാം, വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് യു വി ആൻഡ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് യു വി. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉറപ്പായിട്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, സ്ഫിയറിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് സർഫസ് എന്ന് പറയുന്നത്, പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സർഫസ്, ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഒരു കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സർഫസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കർവ് എന്ന് പറയുന്നത്. രണ്ട് ഇന്റർസെക്ഷൻ ഓഫ് ടു സർഫസസ് ഇസ് എ കർവ്. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാം, രണ്ട് സർഫസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ ട്രേസ് ചെയ്യും. അതായത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇന്റർസെക്ട് ചെയ്യപ്പെട്ടേക്കുന്ന രണ്ട് സർഫസിലും കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സിന്റെ കളക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഒരു കർവ് ആയിരിക്കും. ഇന്റർസെക്ഷൻ ഓഫ് ടു സർഫസസ് എന്ന് പറയുന്നതാണ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ കർവിനെ നമുക്ക് ഇന്റർസെക്ഷൻ ഓഫ് ടു സർഫസസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്റർസെക്ഷൻ ഓഫ് ടു സർഫസസ് ഇസ് എ കർവ്. അതായത് നമുക്ക് കർവിനെ ത്രീ ഡയമെൻഷണൽ സ്പേസിലെ കർവിനെ നമുക്ക് രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, അതിന്റെ നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ സെഡ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ സെഡ് എന്നാണ് ശരിക്കും നമ്മൾ ഒരു കർവിനെ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ടു ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണ് കർവ്. ത്രീ ഡയമെൻഷണൽ സ്പേസിലേക്ക് വരുമ്പോൾ രണ്ട് സർഫസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശരിക്കും കർവ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ടാണ് നമ്മൾ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ കർവിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് എ കർവ്. അപ്പം അതുപോലെ തന്നെ ഈ സർഫസിനെ നമുക്ക് ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിൽ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ സെഡ്. അതായത് രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷനെയാണ് നമ്മൾ കർവ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കർവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കർവിനെ ഏതെങ്കിലും ഒരു ആക്സിസിൽ കൂടി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു ആക്സിസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യുക, ഒരു ആക്സിസിൽ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഒരു സർഫസാണ്. ഒരു കർവ് എടുത്തിട്ട് ആ കർവിനെ ഏതെങ്കിലും വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് നമ്മൾ അതിനെ മൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു കർവ് ആയിരിക്കും. അപ്പം ഒരു കർവ് എന്ന് പറഞ്ഞാൽ സർഫസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്, രണ്ട് സർഫസിന്റെ ഇന്റർസെക്ഷൻ ആണ് കർവ്. ഒരു കർവ് എടുത്തിട്ട് ഒരു ആക്സിസിൽ കൂടെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കൊരു സർഫസ് കിട്ടുകയും ചെയ്യും. ഇനി ഒരു കർവിനെ നമ്മൾ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഒരു കർവിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. രണ്ട് സർഫസസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാരാമെട്രിക് ഫോമിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. രണ്ട് സർഫസസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് രണ്ട് സർഫസ് വേണം, അത് ഈക്വൽ ടു ഒരെണ്ണം വൺ ഈസ് ഈക്വൽ ടു അതർന്ന് പറഞ്ഞെങ്കിൽ എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് പാരാമെട്രിക് ഫോമിൽ എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് ടി, ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു പാരാമെട്രിക് ഫോമിൽ നമുക്ക് ഈ കർവിനെ ത്രീ ഡയമെൻഷണൽ സ്പേസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി, ഇസഡ് ഈക്വൽ ടു ബി ടി എന്ന് പറയുന്നത് ആ ഒരു പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ്സ് ദ ഹെലിക്സ്, സർക്കുലർ ഹെലിക്സ്. ഹെലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിംഗ് ഷേപ്പിലുള്ള ഒരു ഇതാണ്. അപ്പൊ സർക്കുലർ ഹെലിക്സിന്റെ സ്പ്രിംഗ് ഷേപ്പിൽ പോകുന്ന കർവ് അതാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലർ ഹെലിക്സിന്റെ ഇക്വേഷൻ ആണ്, പാരാമെട്രിക് ഇക്വേഷൻ ആണ് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ടി ആൻഡ് ഇസഡ് ഈക്വൽ ടു ബി ടി എന്ന് പറയുന്നത്. അപ്പൊ അത് റെപ്രസെന്റ്സ് സർക്കുലർ ഹെലിക്സ്. അതിനെ പാരാമെട്രിക് ഫോമിൽ നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ ഒരു വെക്ടർ റെപ്രസെന്റേഷൻ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് എക്സ് വൈ സെഡ് എന്ന് പറയുന്നൊരു പോയിന്റ് നമ്മൾ R3 സ്പേസിൽ എടുത്താൽ നമുക്ക് വെക്ടർ ആയിട്ട് എഴുതാമല്ലോ. അതായത് എക്സ് ഇൻറ്റു വൈ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഇസഡ് ഇൻറ്റു കെ ക്യാപ് നമുക്ക് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം വെക്ടർ റെപ്രസെന്റേഷൻ ആർ ബാർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി. ഒരു കർവ് നമ്മൾ ആർ എടുക്കുകയാണെങ്കിൽ ആർ ബാർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി എന്ന് പറയുന്നത് വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് എ കർവ് ആയിരിക്കും. അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെറിവേറ്റീവിന്റെ ഡയറക്ഷൻ. അപ്പൊ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി ആർ ബാർ ബൈ ഡി ടി ആയിരിക്കും. ഇവിടെ ഓർത്തോളം ആർ ബാർ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഇസഡ് ഇൻറ്റു കെ ക്യാപ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ആർ ക്യാപ് എന്ന് പറയുന്നത് ആർ ബാർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് ഒരു കർവിനെയാണ്. കർവിനെ വെക്ടർ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഡി ആർ ബാർ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടാൻജന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഡി ആർ ബാർ ബൈ ഡി ടി നമുക്ക് എങ്ങനെ എഴുതാം, ആർ ബാർ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഇസഡ് ഇൻറ്റു കെ ക്യാപ്. അപ്പൊ ഡി ആർ ബാർ ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഡി ഇസഡ് ബൈ ഡി ടി ഇൻറ്റു കെ ക്യാപ് വരും. സിംപ്ലി നമ്മൾ ഡി ആർ ബാർ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡി വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഡി ഇസഡ് ഇൻറ്റു കെ ക്യാപ് എന്ന് എഴുതാൻ പറ്റും. വേർ
ഓർ അതിന് വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എഴുതുവാണെങ്കിൽ dr bar is equal to ഓർഡർ ട്രിപ്പിൾ dx dy dz എന്ന് എഴുതാം. ഇവിടെ ആർ ബാർ എന്ന് പറയുന്നത് ഓർഡർ ട്രിപ്പിൾ XYZ ആണ്. XYZ-നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വെക്ടർ ഫോമിൽ എഴുതിയത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള dr ബാറിനെ നമുക്ക് dx dy dz എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് dr bar is equal to dx dy dz are the tangential directions of a curve or the direction ratios of the curve at any point. അപ്പോൾ dx dy dz-നെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഓർ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചാണ് ഡയറക്ഷൻ റേഷ്യോസ് ആണ് dx dy dz എന്ന് പറയുന്നത്. അറ്റ് എനി പോയിന്റ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ കർവ് അറ്റ് എനി പോയിന്റ് ആണ് dx dy dz എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഡയറക്ഷൻ റേഷ്യോസ് ഒക്കെ അറിയാലോ. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ട്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർവ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാം. കർവ് ഫോം ചെയ്യുന്ന എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ട്, വൈ ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ട്, ഇസഡ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ട്. അപ്പൊ ആംഗിൾസിന്റെ കോസ് വാല്യൂവിനെയാണ് നമ്മൾ ശരിക്കും ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ആൽഫയും വൈ ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ബീറ്റായും ഇസഡ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഗാമയും ആണെങ്കിൽ കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ അതിനെയാണ് നമ്മൾ ശരിക്കും ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ആ ഡയറക്ഷൻ കൊസൈൻസിനോട് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ഏത് വാല്യൂവിനെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയും. ഇവിടെ dx dy dz എന്ന് പറഞ്ഞ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പൊ അത് പ്രൊപ്പോർഷണൽ ടു ഡയറക്ഷൻ കൊസൈൻസ് എന്ന് ഓർത്താൽ മതി. ഇനിയിപ്പോ നമ്മളൊരു കർവ് കൺസിഡർ ചെയ്യുക. x equal to c is equal to x equal to x of t, y is equal to y of t, z equal to z of t എന്ന് പറഞ്ഞൊരു കർവ് എടുത്തു. ഇത് ലൈസ് ഓൺ ദി സർഫസ് f of x by z equal to 0 ആണെന്ന് എടുത്തു. അപ്പൊ ഇത് സർഫസിലുള്ള ഒരു കർവാണ് x equal to x of t, y is equal to y of t, z equal to z of t എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ f of x of t, y of t, z of t എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം സർഫസിലുള്ള കർവ്. അപ്പൊ സർഫസിലുള്ള കർവ് ആണെങ്കിൽ സർഫസിന്റെ ഇക്വേഷൻ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടോട്ടൽ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ x ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. ഇനി ഓരോന്നും ടിയിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഉറപ്പായിട്ട് ഇത് ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ df by dx into dx by dt plus df by dy into dy by dt plus df by dz into dz by dt equal to 0 എന്ന് വരും. അതാണ് എഴുതിയിരിക്കുന്നത്. df by dx into dx by dt plus df by dy into dy by dt plus df by dz into dz by dt equal to 0 എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് a dot b is equal to നമുക്ക് ഇങ്ങനെയാണ് abc ഡോട്ട് ഒരു 3 ട്രിപ്പിൾ abc ഡോട്ട് cde എടുക്കുവാണ്, abc ഡോട്ട് efg എടുക്കുവാണ്. ഇങ്ങനെ വരിക a ഇൻറ്റു അല്ലെങ്കിൽ വേണ്ട a1 a2 a3 ഡോട്ട് b1 b2 b3 എടുത്ത് നമുക്ക് എന്താ വരുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 വരും. അതായത് a1 a2 a3 b1 b2 b3 ഡോട്ട് പ്രോഡക്റ്റ് ആണ് ശരിക്കും a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 a1 a2 b1 b2 പ്ലസ് c1 c2 എന്ന് പറയും. ഇവിടെ നമുക്കിപ്പോൾ df by dx into dx by dt plus df by dy into dy by dt plus df by dz into dz by dt equal to 0 എന്നുള്ള ഇതിനെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. df by dx df by dy df by dz എന്നുള്ളൊരു ഓർഡർ ട്രിപ്പിൾ ഡോട്ട് dx by dt dy by dt dz by dt എന്നുള്ള ഓർഡർ ട്രിപ്പിൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് ഈക്വൽ ടു എന്ത് വരും, 0 വരും. നമ്മൾ നോക്കുവാണെങ്കിൽ df by dx df by dy df by dz എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് വെക്ടറാണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട് വിത്ത് റെസ്പെക്ട് x and y x y and z പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ കിട്ടുന്ന വെക്ടറാണ് ഗ്രേഡിയന്റ്. അപ്പൊ ഇത് ഗ്രേഡിയന്റ് വെക്ടറാണ്. ഈ ഗ്രേഡിയന്റ് വെക്ടറെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന del f വെച്ചിട്ട്. അപ്പൊ ഇതിന് വരും നമുക്ക് del f കൊടുക്കാം. ഗ്രേഡിയന്റ് വെക്ടറാണ് df by dx df by dy df by dz എന്ന് പറയുന്നത്. അതിന് വരും del f കൊടുത്ത് ഡോട്ട് പിന്നെ നമുക്ക് dr bar by dt എന്ന് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു dr bar by dt ന്റെ ഫോം ആണ് dx by dt into i cap plus dy by dy dt into j cap plus dz by dt into k cap. അതിന് വെക്ടർ ഫോമിൽ എഴുതുമ്പോഴാണ് ഇങ്ങനെ എഴുതുന്നത്. അല്ലാണ്ട് നമ്മൾ എഴുതിയാൽ അത് ശരിക്കും വരുന്നത് dx by dt dy by dt dz by dt ഫോമിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് dr bar by dt എന്ന് കൊടുക്കാം. നമുക്ക് കിട്ടി del f ഡോട്ട് dr bar by dt equal to 0 എന്ന് കിട്ടി. That is del f dot dr equal to 0 എന്ന് കിട്ടി. Where dr bar is along the tangential direction of the curve which is orthogonal to del f. അപ്പോൾ del f നോട് ഓർത്തോഗണൽ ആണ് എന്ത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വന്നത് 0 ആണ്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. del f എന്ന് പറയുന്ന ഗ്രേഡിയന്റ് വെക്ടർ ആണ്. dr bar എന്ന് പറഞ്ഞ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണ്. അപ്പൊ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഇസ് ഓർത്തോഗണൽ ടു del f എന്ന് നമുക്ക് പറയാൻ പറ്റും. പെർപെൻഡിക്കുലർ ടു del f. അതാണ് ഇവിടുത്തെ del f ഡോട്ട് dr bar equal to 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഇസ് ഓർത്തോഗണൽ ടു ഗ്രേഡിയന്റ് വെക്ടർ, അതായത് del f. ഇപ്പൊ ശരിക്കും ടാൻജന്റിനോട് നോർമൽ ആയിട്ട് വരുന്ന ഓർത്തോഗണൽ ആയിട്ട് വരുന്ന ആ ഒരു ലൈൻ നമ്മളൊരു പേര് പറയാറുണ്ട്. നോർമൽ ആൻഡ് ടാൻജൻസ് പഠിക്കുമ്പോൾ ടാൻജന്റിനോട് ഓർത്തോഗണൽ ആയിട്ട് വരുന്നതാണ് നോർമൽ. ടാൻജന്റിനോട്
ഓർത്തോഗണൽ ആയിട്ട് വരുന്നതിന് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും ഡി ആർ ബാർ എന്ന് പറഞ്ഞ ടാൻജൻഷ്യൽ ഡിറക്ഷൻ ആണ്, ഡെൽ എഫ് എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് വെക്ടർ. അപ്പൊ ഡി ആർ ബാർ ഡോട്ട് ഡെൽ എഫ് ഡോട്ട് ഡി ആർ ബാർ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ടാൻജന്റിനോട് നോർമൽ ഓർത്തോഗണൽ ആണ് ഡെൽ എഫ്. അപ്പൊ അതിന് നമുക്ക് ഡെൽ എഫിനെ നമുക്ക് സർഫസ് നോർമൽ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഡെൽ എഫ് ഇസ് ദ സർഫസ് നോർമൽ നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ശരിക്കും ഇവിടെ മെയിനായിട്ട് ആ കർവിന്റെ ഇതും സർഫസിന്റെ ഇതുമാണ് മെയിനായിട്ട് നോക്കേണ്ടത്.